യെസ്, ഇപ്പോൾ തൃണമൂൽ നേതാക്കൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. മാഹുവ മൊയ്ത്ര ഒപ്പം തന്നെ ഡെറിക് അടക്കമുള്ള നേതാക്കളാണ് ഇപ്പോൾ പാണക്കാട് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് PV അൻവർ UDF പ്രവേശനം കാത്ത് കഴിയുന്ന സമയത്ത് ഈ തൃണമൂലിന്റെ ദേശീയ നേതാക്കളുടെ ഒരു സന്ദർശനം അത് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. PV അൻവറും ഇവർക്കൊപ്പമുണ്ട്. എന്തായാലും ഇന്നത്തെ കാര്യത്തിൽ PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാണക്കാടെത്തിയ ദേശീയ നേതാക്കളെ, തൃണമൂലിന്റെ ദേശീയ നേതാക്കളെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ളവർ സ്വീകരിച്ച് അവർ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രതിഫലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഡെറിക് ഒബ്രിയാനും ഒപ്പം മഹുവ മൊയ്ത്രയും അടക്കമുള്ള തൃണമൂലിന്റെ ദേശീയ നേതാക്കൾ തന്നെയാണ് ചർച്ചയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെയാണ് ഇന്നത്തെ ചർച്ചകളിൽ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്. Last year I did Trivandrum and I did Kochi. Samsuka? Oh, I was part of you. So we there. Bus taking my district. Hello. We see your MPs in Parliament. Very polite and very active. Active and polite. Even someone like Mr. Bashir is so active, so regular and Very experienced. yes. He and Premchand Ranji, Yeah. the two most senior parliamentarians. Lot to learn from them. All of this was Premchand. They all look up. He's like a guru, like a mentor. Premchand, Kolam, RSP. Yeah, he's in that. India. They are Indians. Hello. പുറത്തേക്കല്ലേ മുഹമ്മദ് ഷംസീർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷംസീർ, തൃണമൂലിന്റെ ദേശീയ നേതാക്കൾ മഹുവ മൊയ്ത്രയും ഒപ്പം തന്നെ ഡെറിക് ഒബ്രിയാനും PV അൻവറിനൊപ്പം സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിക്കുകയാണ്. പ്രത്യേകിച്ച് അൻവറിന്റെ UDF പ്രവേശനം ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ? ജിൽസി അല്പസമയം മുമ്പാണ് ഡെറിക് ഒബ്രയനും ഒപ്പം തന്നെ മഹുവ മൊയ്ത്രയും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ പാണക്കാട് എത്തിയത്. ഈ PV അൻവറിനൊപ്പമാണ് രണ്ട് നേതാക്കളും പാണക്കാട് എത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കൂടി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ PV അൻവറിൻ്റെ UDF പ്രവേശന ചർച്ചകൾ സജീവമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പാണക്കാടെത്തി നേതാക്കൾ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നതെന്ന പ്രത്യേകത കൂടി ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ട്. മാത്രമല്ല ഇന്ന് മറ്റു സന്ദർശനങ്ങൾ കൂടിയുണ്ട്. അത് സാമൂതിരി കുടുംബത്തെ ഇന്ന് കോഴിക്കോടെത്തി കാണുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് താമരശ്ശേരി ബിഷപ്പുമാരെ ഇന്ന് ഡെറിക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും കാണുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചകൾ കൂടി ഇന്നുണ്ട്. നാളെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം മഞ്ചേരി നടക്കുന്നതിൻ്റെ ഭാഗമായാണ് ദേശീയ നേതാക്കൾ മലപ്പുറത്ത് ഇന്ന് രാത്രി എത്തിയത്. നാളെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ കൂടി ഈ നേതാക്കൾ പങ്കെടുക്കും. നമുക്കറിയാവുന്ന പോലെ തന്നെ UDF മുന്നണി പ്രവേശനത്തിന് വേണ്ടി അതിൻ്റെ അവസാന ഘട്ട സമയത്ത് നിൽക്കുമ്പോഴാണ് വിവിധ കക്ഷി നേതാക്കൾ, അതായത് മുസ്ലിം നേതാക്കളെയും ക്രിസ്ത്യൻ നേതാക്കളെയും ഒക്കെ തന്നെ വിവിധ സാമുദായിക നേതാക്കളെ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഡെറിക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും നേരിട്ടെത്തി കാണുന്നതെന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി അത് PV അൻവർ ഹൈജാക്ക് ചെയ്യുന്നുവെന്ന് ചില തൃണമൂലിൻ്റെ സംസ്ഥാന നേതാക്കൾ ആക്ഷേപം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഡെറിക് ഒബ്രിയാനെയും മഹുവ മൊയ്ത്രയും പോലുള്ള തൃണമൂൽ കോൺഗ്രസ് പ്രധാനപ്പെട്ട നേതാക്കളെ PV അൻവർ നേതൃത്വം നടത്തുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവർക്ക് മറ്റ് പരിപാടികളുമുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് മുഹമ്മദ് ഷംസീർ നൽകിയത്.